നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ കേൾക്കുന്ന മൂന്ന് വാക്കുകളാണ് സ്ട്രെസ്, സ്ട്രെയിൻ, ആങ്സൈറ്റി. ഇപ്പോഴത്തെ ഈ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്നതും അത് തന്നെയാണ്. ആ ഒരു വികാരത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം തന്നെയാണ്. നാം ഒത്തിരി ആളുകൾ അത് പല സമയത്തും ഒത്തിരി സ്ക്രീനുകളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൽ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം എപ്പോഴും കമ്പാരിസൺ ചെയ്യുകയാണ്. മറ്റുള്ളവർ ചെയ്യുന്ന പല കാര്യങ്ങളോടും നാം കമ്പാരിസൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വിചാരം മറ്റുള്ളവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്, വീഡിയോ കാണുന്ന സമയത്ത് അവരെല്ലാം ഭയങ്കര സന്തോഷത്തിൽ ഒത്തിരി സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നു, നല്ല പാക്കേജുകളായിട്ട് മുന്നോട്ട് പോകുന്നു, നല്ല വലിയ വലിയ വണ്ടികൾ ഉപയോഗിക്കുന്നു, ഒത്തിരി കാര്യങ്ങളാണ് നമ്മളിൽ കാണുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ, ബാക്കി എല്ലാവരും അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. ഈ ഒരു ചിന്തയാണ് നമ്മൾ ഓരോരുത്തരെയും ഡൗൺ ആക്കുന്നത്. ഏറ്റവും കൂടുതൽ നാം ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിച്ചാൽ നാം ഓക്കെയാണ്. പക്ഷെ എന്നാൽ പോലും ആ മനുഷ്യരല്ലേ, എവിടെയെങ്കിലും ഒരു ചെറിയൊരു ജലസി അല്ലെങ്കിൽ ഒരു നമ്മളോട് തന്നെ ഒരു വിഷമം നമുക്ക് തോന്നും ഇത്തരം വീഡിയോകളെല്ലാം കാണുമ്പോൾ. അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള, അതായത് ആങ്സൈറ്റി, ടെൻഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ, ഇത്തരത്തിലുള്ള വികാരങ്ങൾ കൂടുതൽ വരുന്നത്. നാം നമ്മുടെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി തിരിച്ച് നമ്മളെ ഉള്ളിലുള്ള സന്തോഷത്തിൽ കൂടി കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള വികാരങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷമുള്ളതാക്കി കാണാം. അതുപോലെ തന്നെ ഒന്ന് ചിന്തിക്കുക, നാം കാണുന്ന വീഡിയോസ് എല്ലാം ക്രിയേഷൻ മാത്രമാണ്. അത് ആ ഒരു നല്ല മൊമെന്റ് മാത്രമാണ് അവർ കോപ്പി ചെയ്യുന്നത്. നേരെ മറിച്ച് അവർക്കും ഒത്തിരി വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും, അത് എവിടെയും അവർ ഷെയർ ചെയ്യുന്നില്ല. മനുഷ്യരുടെ ജീവിതം അങ്ങനെയാണ്, നല്ലതും ചീത്തയും സന്തോഷവും ദുഃഖവും എല്ലാം ചേർന്നുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം നാം ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നമുക്ക് കിട്ടിയ എന്തൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, എന്തെല്ലാം അനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട്, അതുകൂടി നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യത്തിൽ നിന്നെല്ലാം ഒരു പരിധി വരെ, മുഴുവനായിട്ടല്ല ഒരു പരിധി വരെയെങ്കിലും നമുക്ക് മാറ്റം കിട്ടും. ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്നതായിരിക്കും. ഒന്ന് ശ്രമിച്ച് നോക്കിക്കൂടെ. ഹാവ് എ നൈസ് ഡേ.